ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ പോർഷനാണ്. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നും ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവും ഇതിൻ്റെ പ്രോസസ്സും ഇത്രയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് സെമിനാറിലേക്ക് പോകാം. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് എ സയൻസ്. ഇറ്റ് ഈസ് ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് about investment. It is a continuous and systematic but also required a great deal of judgment. Investment management, also called portfolio management, is a branch of investment analysis that look into process of managing investment. എന്താണത്? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് എ ബോത്ത് ആർട്ട് ആൻഡ് എ സയൻസ്. ആർട്ടും സയൻസും കൂടെ കൂടിയിട്ടുള്ള ഒന്നാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് ബട്ട് ഓൾസോ റിക്വയർഡ് എ ഗ്രേറ്റർ ഡീൽ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരു ഗ്രേറ്റർ ഡീൽ ജഡ്ജ്മെൻറ്റിലൂടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Investment management, also called portfolio management, is a branch of investment analysis that look into process of managing investment. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓൾസോ കോൾഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അതായത് പോർട്ട്ഫോളിയോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പാരഗ്രാഫ് നോക്കുക. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് compassing many activities of investment in assets and securities. It includes planning, supervision, timing, rationalism and conversionism in the selection of security of meet investors' objective. Portfolio management is a process of encompassing many activities of investment in assets and security. Assets-ൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അസറ്റും സെക്യൂരിറ്റി ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രോസസ്സാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കുറച്ച് ഐറ്റംസാണ്. അതായത് പ്ലാനിങ് ഉണ്ടായിരിക്കും, സൂപ്പർവിഷൻ ഉണ്ടായിരിക്കും, കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും, പിന്നെ റാഷണലിസം ആൻഡ് കൺവേർഷനിസം ഇൻ ദി സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക. അത്രേ വരണുള്ളൂ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നാൽ സിമ്പിളാണ്. ഒരു ഡൈനാമിക് ഡിസിഷൻ എടുക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പറയുന്നത്. ആർട്ടും സയൻസും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആയിട്ടും അറിയപ്പെടുന്നു. അത്രയുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്, മെയിനായിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് പറയണം. ഒന്ന്, സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ കിട്ടും. അതായത് നിക്ഷേപരുടെ സുരക്ഷിതത്വം അതായത് അവിടെ ഉറപ്പാക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നമുക്ക് അവിടെ കിട്ടും. വൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ്ലി ഗ്യാരണ്ടീഡ് ഇൻ ദി പോർട്ട്ഫോളിയോ ഷുഡ് ബ്രിങ് എ സ്റ്റേഡി കറണ്ട് ഇൻകം. ഒരു കറണ്ട് ഇൻകം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇൻവെസ്റ്ററുടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാക്കി കഴിഞ്ഞാൽ, ആ സെക്യൂരിറ്റി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടായിട്ട് നമുക്കറിയാമല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടില്ലേ, അതാണ് പറയണത്. ദെൻ മാർക്കറ്റബിലിറ്റി എന്നാൽ ഗുഡ് പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ക്യാൻ മാർക്കറ്റഡ് വിത്തൗട്ട് ഡിഫിക്കൽട്ട്. ഒരു ഡിഫിക്കൽട്ടും ഇല്ലാതെ നമുക്ക് വിപണിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാം, ഒരു ഡിഫിക്കൽട്ടും ഉണ്ടാവില്ല. പിന്നെ ടാക്സ് പ്ലാനിങ്. സിൻസ് ടാക്സേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഇൻ ടു ടോട്ടൽ പ്ലാനിങ്. ഒരു പ്ലാനിങ് എടുക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പറയുന്നത് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. എ ഗുഡ് പോർട്ട്ഫോളിയോ ഷുഡ് എനേബിൾ ഇറ്റ്സ് ഓൺ ടു എൻജോയ് എ ഫേവറബിൾ ടാക്സ് പ്ലാനിങ്. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് പ്ലാനിങ് അവർ ആസൂത്രണം ചെയ്യണം, അതാണ് പറയുന്നത്. ദെൻ അപ്രിസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ക്യാപിറ്റൽ. A good portfolio should appreciate the value in order to protect the investors from any erosion in the purchasing power due to inflation. എന്താ പറയുക, മൂലധനത്തിൻ്റെ
മൂല്യത്തിൻ്റെയും അഭിനന്ദനം. അതായത് എന്താണത്, പണപ്പെരുപ്പം, അതായത് ക്യാപിറ്റലിസമൊക്കെ വരുമ്പോൾ നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ സുരക്ഷിതമായിട്ട് നിലനിർത്താനുള്ള ഒരു വാല്യൂ. അതായത് ഡ്യൂ ടു ഇൻഫ്ലേഷനൊക്കെ വരുമ്പോൾ പർച്ചേസിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് പവർ കൂടുതലായിരിക്കും. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു പ്ലാനിങ്, അതാണ് പറയുന്നത്. ദെൻ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ്രവ്യത. നമ്മളവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടോ, അതായത് പോർട്ട്ഫോളിയോ ഷുഡ് എൻഷുർ ദർ ആർ ഇനഫ് ഫണ്ട് അവൈലബിൾ അറ്റ് ഷോർട്ട് നോട്ടീസ് ടു ടേക്ക് കെയർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ്. അതായത് നമ്മുടെ ഫണ്ട്സൊന്നും അവൈലബിൾ ആവാത്ത കേസുകളിൽ ഷോർട്ട് നോട്ടീസൊക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് അയച്ചു കൊടുക്കുക, ഇത്ര ഇതിന് വേണ്ടിയിട്ട്, അതാണ് പറയണത്. ദെൻ സേഫ്റ്റി ഓൺ ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കി കൊടുക്കുക, നിക്ഷേപകരുടെ സുരക്ഷിതത്വം. അതായത് ഇറ്റ് ഈസ് ഓൾ ദി മോർ ഇമ്പോർട്ടൻറ്റ്, എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സേഫ്റ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി സേഫ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെന്തായിരിക്കണം, സേഫായിരിക്കണം, അവരുടെ കയ്യിൽ സെക്യൂരിറ്റി, അതാണ് പറയണത്. ഇത്രയേ ഉള്ളൂ. 6 ഒബ്ജക്റ്റീവാണ് ഇതിന് പറയുന്നത്. ഒന്ന് സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ, നിക്ഷേപയുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ അവർ കറണ്ട് റിട്ടേൺ മന്ത്ലി ആയാലും ഇയർലി ആയാലും കറണ്ട് റിട്ടേൺ നമുക്ക് കിട്ടും. ദെൻ മാർക്കറ്റബിലിറ്റി, ഡിഫിക്കൽട്ടി ഇല്ലാതെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇത്. പിന്നെ ടാക്സ് പ്ലാനിങ്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാക്സ് പ്ലാനിങ് അവരെടുക്കുക. ദെൻ അപ്രിസിയേറ്റ് ഇൻ ദി വാല്യൂ ഓഫ് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജൊക്കെ വരുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്ലാനിങ് കൊണ്ടുവരിക. ദെൻ ലിക്വിഡിറ്റി എന്തെങ്കിലും ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലൊക്കെ വരികയാണെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിനെ അറിയിച്ചിട്ട് നോട്ടീസിലൂടെ അറിയിച്ചിട്ട് അവരതാക്കുക. പിന്നെ സേഫ്റ്റി ഓൺ ദി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി അത് നോക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് നടന്നത്. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് മെയിനായിട്ട് 7 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്, സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ്, ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി, പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. ഇത്ര 7 സ്റ്റെപ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദി ടു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ബി എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് റിട്ടേൺ ആൻഡ് ദി എബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ടു അസ്യൂം എ ലെവൽ ഓഫ് റിസ്ക്. നിക്ഷേപകർക്ക് ഒരു റിസ്ക് ലെവൽ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ലോസ് ആവാം, ഗെയിൻ ആവാം. ആ ഒരു റിസ്ക് പോസിബിലിറ്റി ഓഫ് ലോസ്, റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അത് 2 മെയിൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് പറഞ്ഞാൽ ദി 2 മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ബി ദി എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് ദി റിട്ടേൺ കിട്ടാൻ നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തിട്ട് 2 മെയിൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് വുഡ് എയിം ടു അച്ചീവ് എ സ്ട്രീലി ഇൻകം ഇൻവോൾവിംഗ് ഗ്രോത്ത് ആൻഡ് ഹൈ റിട്ടേൺ. ഗ്രോത്തും ഹൈ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിം ഇൻവെസ്റ്റേഴ്സിന്. ദെൻ റിസ്ക് ലെവൽ കുഡ് ബി കൺസർവേഷൻ, മോഡറേഷൻ ആൻഡ് അഗ്രസീവ്. റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഡയറക്റ്റ്ലി റിലേറ്റഡ്. റിസ്ക്കും റിട്ടേണും ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അത്ര വരണുള്ളൂ. പിന്നെ സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ് സെലക്ട് ചെയ്യുക. ദി സെക്കൻഡ് ആക്ടിവിറ്റി ഇൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ടു ഡിസൈഡ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി വേരിയസ് അസറ്റ് കാറ്റഗറൈസ്ഡ് ടു ഇൻക്ലൂഡ് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ. അസറ്റ് കാറ്റഗറൈസ് വെച്ചിട്ട് ആക്ടിവിറ്റീസിനെ ഇതാക്കുക. ദി വേരിയസ് അസറ്റ് കാറ്റഗറൈസ് ഇൻക്ലൂഡ് ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ, സ്റ്റോക്ക് ആൻഡ് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീഷ്യസ് മെറ്റീരിയൽസ് ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവേഴ്സ്. ഒരു അസറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ, സ്റ്റോക്ക്, ദെൻ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീഷ്യസ് മെറ്റീരിയൽ, അത് വില കൂടിയിട്ട് മെറ്റീരിയൽസും ഗോൾഡും സിൽവേഴ്സൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുള്ള, ഇൻവെസ്റ്റ്മെൻറ്റും റിയൽ എസ്റ്റേറ്റ്സൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചാൽ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ എയിം ടു അറ്റ് വേരിയസ് പർപ്പസ്. ഇൻവെസ്റ്റ്മെൻറ്റ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്
ഈ കാര്യങ്ങളിലൂടെ എന്തൊക്കെയാണ്, ലൈക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്, പിന്നെ പർച്ചേസ് ഹൗസ് പർച്ചേസ് ചെയ്യാണ്, മാരേജ് ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ വിവാഹം, ദെൻ മീറ്റിംഗ് മെഡിക്കൽ എക്സ്പെൻസസ് മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദി ചോയ്സ് ഓഫ് പ്രോപ്പർ അസറ്റ് മിക്സ് വിൽ ബി based upon the expectation of return and risk perception of the investors. ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേൺ അവർ തീരുമാനിക്കുന്നത്, അതാണ് പറയണത്. ദെൻ ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക, അതായത് രൂപീകരിക്കുക. An active portfolio strategy involves professionals, investment and investors who are aggressive to get higher return and earning. Passive portfolio strategy involves create a well-defined portfolio. well-defined portfolio create ചെയ്യാൻ സാധിക്കും. The risk of which predetermined and holding the portfolio unilated over a period of time. ഒരു പീരിയോഡിക് ടൈമിൽ, അതായത് ഒരു ടൈമർ നിശ്ചയിച്ചിരിക്കും, ആ പീരിയോഡിക് ടൈമിൽ ഒരു വെൽ ഡിഫൈൻഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് രൂപീകരിക്കും, അതായത് ഫോർമുലേറ്റ് ചെയ്യും, അതാണ് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം. ദി സെലക്ഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻവോൾവ് ടെക്നിക്കൽ, ഫണ്ടമെൻ്റൽ ആൻഡ് റാൻഡം സാമ്പിൾ അനാലിസിസ്. സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്നത് ഒന്ന് ടെക്നിക്കലിലൂടെ, ഫണ്ടമെൻ്റൽ ആൻഡ് റാൻഡം അനാലിസിസ്, ഈ കാര്യങ്ങളിലൂടെ ആയിരിക്കും സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. ദീസ് അനാലിസിസ് ആർ എയിംഡ് അറ്റ് പ്രൈസ് ബിഹേവിയർ. അനാലിസിസ് ഓഫ് എയിംഡ് എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? പ്രൈസ് ബിഹേവിയർ, വോളിയൂം ഓഫ് ട്രേഡ്, ട്രെൻഡ്, ലെവൽ ഓഫ് ഏണിംഗ്, ഗ്രോത്ത് പ്രോസ്പെക്ടസ് ലൈക്ക് എക്സ്പോർട്ട്, പ്രിവെയിലിംഗ് സ്റ്റോക്ക് പ്രൈസ്, ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക, അതാണത്. ദെൻ പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ. ഇങ്ങനെ ഈ 4 സ്റ്റെപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നോളജ് ഓഫ് ട്രേഡിംഗ് ഗെയിം. എന്തിനൊക്കെ കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കിയും എല്ലാ വിവരം, അതായത് അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും ഉണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ച് ഇനി പറയുന്ന ട്രേഡിംഗ് ഗെയിം എന്താണെന്നും ട്രേഡ് മോട്ടിവേഷൻ എന്താണെന്നും നാച്ചർ ഓഫ് കീ പ്ലെയേഴ്സ് ഇൻ ദി മാർക്കറ്റ്, നമ്മളെ മാർക്കറ്റിലേക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും മാർക്കറ്റിൻ്റെ, അവരെക്കുറിച്ചും ലൈക്ക് ലോസ് ആൻഡ് വിന്നേഴ്സ്, എന്തൊക്കെ നഷ്ടമായിരിക്കും, വിൻ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും ഉണ്ടായിരിക്കണം ഇൻവെസ്റ്റേഴ്സിന്, അതാണ് പറയുന്നത്. ദെൻ പോർട്ട്ഫോളിയോ റിവിഷൻ, 6th സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ. പോർട്ട്ഫോളിയോ ദസ് എക്സിക്യൂട്ട് ആഫ്റ്റർ ഫോർമുലേഷൻ ആസ് ടു ബി റിവ്യൂഡ് ആൻഡ് മോണിറ്റർ പീരിയോഡിക്കലി. നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്യും, റിവ്യൂ ആൻഡ് മോണിറ്റർ എല്ലാ മാസത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇയർലി ആയിരിക്കാം, പീരിയോഡിക്കലി നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പോർട്ട്ഫോളിയോ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റിവിഷൻ ഇൻവോൾവ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി ഗീവ് റൈസ് ടു സർട്ടൻ പ്രോബ്ലംസ്. അതായത് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് പർച്ചേസ് ചെയ്യുന്ന സെയിൽ കുറച്ച് പർച്ചേസ് ചെയ്യാനും, അതായത് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും കുറച്ച് പ്രോബ്ലംസ് വരും. എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന പ്രോബ്ലംസാണ് ഈ പറയുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ, ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻട്രസ്റ്റിക് ഡിഫിക്കൽട്ടി, ടാക്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ വരുന്ന ഒരു പ്രശ്നമാണെന്നാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള ഗവൺമെൻറ് ഓരോ സ്റ്റിപ്പുലേഷൻസ് കൊണ്ടുവരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീനെ തടസ്സപ്പെടുത്തും. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻവോൾവ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് സച്ച് ആസ് കമ്മീഷന്, ബ്രോക്കറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെന്താ പറയുന്നത് ഇൻട്രസ്റ്റിക് ഡിഫിക്കൽട്ടി. ഇൻട്രസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അതായത് പോർട്ട്ഫോളിയോ റിവിഷന് ഇസ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യും വേണം, ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അങ്ങനെ പറയുമ്പോൾ ദി മെത്തഡോളജി ടു ബി ഫോളോഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ ഓൾസോ നോട്ട് ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതായത് ഡിഫിക്കൽട്ടി ആയിരിക്കും ഇത് ഇതാക്കാൻ, പിന്നെ ടൈം കൺസ്യൂമിങ്ങും
ആയിരിക്കും, അതാ പറയണത്. പിന്നെ ടാക്സേഷൻ, നികുതി, ടാക്സ് പേ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിനും എറൈസിങ് ദി സെയിൽ ഓഫ് സെക്യൂരിറ്റി, ക്യാപിറ്റൽ ഗെയിനും ലോസൊക്കെ വരുമ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അത്രയുള്ള പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലായിട്ടുള്ള നമ്മൾ മോണിറ്ററും റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ, ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻസ്ട്രിക്റ്റ് ഡിഫിക്കൽട്ടി, ടാക്സ്, അങ്ങനെയുള്ളൂ. പിന്നെ 7th പോയിൻ്റാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എസെൻഷ്യലി ഇൻ ദി പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദി റിട്ടേൺ earned on the portfolio with the return earned to the more and other portfolio or benchmark portfolio. Portfolio evaluation essentially comprises two functions: performance measurement and performance evaluation. അതായത് ഒരു പോർട്ട്ഫോളിയോയിലൂടെ നേരിട്ടുള്ള വരുമാനം ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ മറ്റ് പോർട്ട്ഫോളിയോയിലൂടെ ബെഞ്ച് മാർക്കിലൂടെയോ പോർട്ട്ഫോളിയോയിലെ നേരിയ വരുമാനമായി താരതമ്യം ചെയ്യാൻ ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത്. അതായത് ബെഞ്ച് മാർക്കിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർട്ട്ഫോളിയോയിലൂടെ നമുക്കിതിനെ താരതമ്യം ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ബേസിക്കലി ഈ പോർട്ട്ഫോളിയോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2 ഫങ്ഷൻസിലൂടെയാണ്. ഒന്ന് പെർഫോമൻസ് മെഷർമെൻറ്റും പെർഫോമൻസ് ഇവാലുവേഷനും. ഇങ്ങനെ 2 മെത്തേഡിലൂടെയാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത്ര സ്റ്റെപ്പാണ് പ്രോസസ്സാണ് നമുക്ക് പോർട്ട്ഫോളിയോയിൽ പഠിക്കാൻ പറ്റുന്നത്. അതിൽ ഒന്നാണ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്, സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ്, ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി, പോർട്ട്ഫോളിയോ എക്സിക്യൂഷന്, പോർട്ട്ഫോളിയോ റിവിഷന്. പോർട്ട്ഫോളിയോ റിവിഷനിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിമുലേഷനും ട്രാൻസാക്ഷൻ കോസ്റ്റും, ഇൻസ്ട്രിക്റ്റ് ഡിഫിക്കൽട്ടി, ടാക്സസും. ദെൻ 7th പോയിൻ്റാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്താണ് പോർട്ട്ഫോളിയോ എന്നും, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്, ദെൻ അതിൻ്റെ പ്രോസസ്സും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.